ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മൈൻഡ് കൺട്രോൾ ടെക്നിക്സ് ബൈ യൂസിങ് ഡാർക്ക് സൈക്കോളജി എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ഹൗ ടു അല്ലെങ്കിൽ മൈൻഡ് കൺട്രോൾ ടെക്നിക്സ്, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച്, അത് ഡാർക്ക് സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ 10ഓളം ടെക്നിക്കുകളുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ളത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഐസൊലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ മാനിപ്പുലേറ്റർ ഐസൊലേറ്റ് എ വിക്ടിം ഫ്രം ഹിസ് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് സപ്പോർട്ട് നെറ്റ്വർക്ക്സ് ടു ഡിപ്പെൻഡൻസി ഓൺ മാനിപ്പുലേറ്റർ. അപ്പോൾ ഇവിടെ ഒരു മാനിപ്പുലേറ്ററെ നമ്മൾ ഒരു മാനിപ്പുലേറ്ററിനെ ഡിപ്പെൻഡ് ആയിക്കൊണ്ട് ഒരു വ്യക്തി ആയി തീരാൻ വേണ്ടി ഒന്നാമതായിട്ട് മാനിപ്പുലേറ്റർ ചെയ്യുന്ന കാര്യം, ആ വ്യക്തിയെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സ്, ഫാമിലി, സപ്പോർട്ട് നെറ്റ്വർക്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത് ഇൻഡോക്ട്രിനേഷൻ എന്നതാണ്. എന്താണ് ഇൻഡോക്ട്രിനേഷൻ? അപ്പോൾ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോസിങ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് ബിലീഫ് ഓൺ എ വിക്ടിം ത്രൂ റിപ്പീറ്റേറ്റീവ് മെസ്സേജിങ്. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളർ ചെയ്യുന്ന കാര്യം, എന്തെങ്കിലും ഒരു നിശ്ചിതമായ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വിക്ടിമിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ആ വിക്ടിം ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ഒരു കൺട്രോളർ ഒരു വിക്ടിമിൽ ഇമ്പോസ് ചെയ്യുന്ന ചില വിശ്വാസങ്ങൾ മാത്രമേ വിക്ടിമിൽ പിന്നെ ചിന്തിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് വിക്ടിമിൽ ഇമ്പോസ് ചെയ്യുന്നത്? ത്രൂ റിപ്പീറ്റേറ്റീവ് മെസ്സേജിങ്. എപ്പോഴും ഇങ്ങനെ വിക്ടിമിന് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെ വിക്ടിമ് ചിന്തിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യം ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ് യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നത് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു വിക്ടിം ഡിപ്പെൻഡബിൾ ആകുന്ന തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ ഒരു കൺട്രോളർ വിക്ടിമിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇൻഡോക്ട്രിനേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ഫിയർ ആൻഡ് ഇൻറ്റിമിഡേഷൻ. അപ്പോൾ ഫിയർ ആൻഡ് ഇൻറ്റിമിഡേഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റില്ലിംഗ് ആങ്സൈറ്റി, ഫിയർ ഓൺ എ വിക്ടിം, ഇൻസ്റ്റില്ലിംഗ് ഫിയർ ആങ്സൈറ്റി ഓൺ എ വിക്ടിം ടു കൺട്രോൾ ബിഹേവിയർ ഓഫ് എ വിക്ടിം, ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ആക്ഷൻ ഓഫ് എ വിക്ടിം. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ, കൺട്രോളർ ഒരു വിക്ടിമിൽ ഒരു ആങ്സൈറ്റി ഇൻസ്റ്റിൽ ചെയ്യും, ദൃഢീകരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദൃഢമായിട്ട് ഒരു ആങ്സൈറ്റി ഒരു വിക്ടിമിൽ ഉണ്ടാക്കിയെടുക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ദൃഢമായിട്ടുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഇൻറ്റിമിഡേഷൻ ഒരു വിക്ടിമിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ വിക്ടിമ് എന്താകുന്നു? ആ വിക്ടിമിന്റെ ബിഹേവിയർ, ആക്ഷൻ, തോട്ട്, അവന്റെ ചിന്തകൾ, അവന്റെ സ്വഭാവങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ എന്നിവയെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ സ്ട്രാറ്റജിയായ ഫിയർ ആൻഡ് ഇൻറ്റിമിഡേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡിസെപ്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ. അപ്പോൾ ഡിസെപ്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എ മാനിപ്പുലേറ്റർ യൂസിങ് ഡിസെപ്ഷൻ, ലൈസ് ആൻഡ് മാനിപ്പുലേഷൻ ഓൺ എ വിക്ടിം ടു കൺഫ്യൂസ് ദ വിക്ടിം ആൻഡ് ഓൾസോ ടു ഗെയിൻ ഹിസ് കോംപ്ലയൻസ്. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ, കൺട്രോളർ ഡിസെപ്ഷൻ ഉപയോഗിക്കും, ചതി ഉപയോഗിക്കും, അതുപോലെ തന്നെ ലൈസ്, ചിലപ്പോൾ നുണ പറയും, ഈ രൂപത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ രൂപത്തിൽ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ഒരു വിക്ടിം കൺഫ്യൂഷനിലാക്കുന്നു. അതുപോലെ തന്നെ ടു ഗെയിൻ കോംപ്ലയൻസ്, വിക്ടിമിന്റെ ഒരു പൊരുത്തം അല്ലെങ്കിൽ വിക്ടിമ് ഒരു കൺട്രോളറിന്റെ ആശയത്തോട് യോജിച്ച് വരുന്നു, അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെ യോജിപ്പ് നേടാനായിട്ട് കൺട്രോളർ ഡിസെപ്ഷൻ, ചതി, ലൈസ്, നുണ പറയലുകൾ, ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിസെപ്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ എന്ന സ്ട്രാറ്റജിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട നാലാമത്തെ സ്ട്രാറ്റജി. അതുപോലെ തന്നെ മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് എന്നുള്ളത്. അപ്പോൾ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് എന്ന് പറയുമ്പോൾ യൂട്ടിലൈസിങ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ടു ഡിസ്കറേജ് ഡിസെന്റ് ആൻഡ് ഒബീഡിയൻസ് ആൻഡ് ഓൾസോ ടു റീഇൻഫോഴ്സ് ദ ഡിസൈർഡ് ബിഹേവിയർ. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ, യൂട്ടിലൈസിങ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളർ ഒരു വിക്ടിമിന് ചില സമയങ്ങളിൽ നല്ല റിവാർഡ് കൊടുക്കും. ചിലപ്പോൾ വാക്കുകൊണ്ടാകും, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാകും, അല്ല ചില സമയങ്ങളിൽ ചില എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കും, മാനസികമായോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ റിവാർഡ് കൊടുക്കുന്നതിന് ഇവിടെ കൺട്രോളറിന് ഒരു ലക്ഷ്യമുണ്ട്, ടു റീഇൻഫോഴ്സ് ദ ഡിസൈർഡ് ബിഹേവിയർ. അപ്പോൾ ഒരു കൺട്രോളറിന് ആവശ്യമായ, കൺട്രോളർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം ഒരു വിക്ടിമിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റിവാർഡ് കൊടുക്കുന്നത്. ഇനി എന്തിനാണ് ഇവിടെ ഒരു കൺട്രോളർ അവന് പണിഷ്മെന്റ് കൊടുക്കുന്നത്? ടു ഡിസ്കറേജ് ദ ഡിസെന്റ് ആൻഡ് ഡിസൊബീഡിയൻസ്. അപ്പോൾ ചില വിഷയങ്ങളിൽ ഒരു വിക്ടിമിന് കൺട്രോളറിനോട് ഭിന്നാഭിപ്രായം ഉണ്ടാകും. അതുപോലെ തന്നെ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഒരു കൺട്രോളറിന് അല്ലെങ്കിൽ ഒരു വിക്ടിമിന് ഒരു അനുസരണക്കേട് ഉണ്ടാകും. ഈ രൂപത്തിലൊരു അനുസരണക്കേടും ഭിന്നാഭിപ്രായവും ഒക്കെ അതിനൊക്കെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പണിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആറാമത്തെ ടെക്നിക്കായ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് എന്ന സ്ട്രാറ്റജി കൊണ്ട് മൈൻഡ് കൺട്രോളിലൂടെ ഉദ്ദേശിക്കുന്നത്. മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ സ്ട്രാറ്റജിയാണ് കൺട്രോൾ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ കൺട്രോൾ ഓഫ് ഇൻഫർമേഷനിൽ പറയുന്നത് ലിമിറ്റിംഗ് ദ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കൺട്രോളിംഗ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സെലക്റ്റീവ്ലി പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ടു മാനിപ്പുലേറ്റ് ദ ഇൻഡിവിജ്വൽസ് ബിലീഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി വേൾഡ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആദ്യമായിക്കൊണ്ട് ലിമിറ്റിംഗ് ദ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു വിക്ടിമിന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള
കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു, കുറച്ച് കൊണ്ടുവരുന്നു. അത് ചിലപ്പോൾ മൊബൈൽ ഫോൺ ആകാം, മറ്റുള്ള മീഡിയകളാകാം, മറ്റുള്ള മീഡിയങ്ങളാകാം, ഇതൊക്കെ കുറച്ച് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കൺട്രോളിംഗ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, വളരെ വലിയ രീതിയിൽ ഒരു വിക്ടിമിന് ഇൻഫർമേഷൻ ലഭിക്കുന്ന വഴികളൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സെലക്റ്റീവ്ലി പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷനുകൾ മാത്രം ഈ വിക്ടിമിന് നൽകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വിക്ടിമിന്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിക്ടിമിന്റെ ഒരു വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിക്ടിമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി വേൾഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റിംഗ് ദി ആക്സസ് ഓഫ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ കൺട്രോളിംഗ് ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി വേൾഡ്, അപ്പോൾ ഈ ഒരു വിക്ടിമ് ലോകത്തെ നോക്കിക്കാണുന്നത് ആ ഒരു രൂപത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7ാമത്തെ സ്ട്രാറ്റജി. മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട 8ാമത്തെ സ്ട്രാറ്റജിയാണ് ഇമോഷണൽ മാനിപ്പുലേഷൻ. അപ്പോൾ ഇമോഷണൽ മാനിപ്പുലേഷനിൽ പറയുന്നത് എക്സ്പ്ലോയിറ്റിംഗ് the emotions of victims such as love, guilt and sympathy to influence individuals' behavior, action and loyalty. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കൺട്രോളർ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ കൺട്രോളർ എന്ത് ചെയ്യുന്നു? ഒരു വിക്ടിമിന്റെ സ്വഭാവത്തെ, ഒരു വിക്ടിമിന്റെ ബിഹേവിയറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ബിഹേവിയറിന് ചിലപ്പോൾ സ്നേഹം ഉണ്ടാകും. അപ്പോൾ നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വിക്ടിമായിരിക്കും. അപ്പോൾ ആ വിക്ടിമിന്റെ ആ ഒരു സ്നേഹത്തെ ഇവിടെ കൺട്രോളർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൺട്രോളർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വിക്ടിമ് ചെയ്യാനായിട്ട് അവന്റെ സ്നേഹം എന്ന അവന്റെ വികാരത്തെ ചൂഷണം ചെയ്യുന്നു. അതുപോലെ തന്നെ അവന്റെ ലോയൽറ്റി, അവന് പിന്നെ വളരെ മാന്യമായ സ്വഭാവങ്ങൾ, വളരെ കൂറുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ദൈവത്തിനോടും അതുപോലെ തന്നെ നീതിയോട് കൂറ് പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെ പ്രവർത്തികളും വിശ്വാസങ്ങളും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ 8ാമത്തെ സ്ട്രാറ്റജിയായ ഇമോഷണൽ മാനിപ്പുലേഷൻ എന്നതിലൂടെ കൺട്രോളർ ഉദ്ദേശിക്കുന്നത്. മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള 9ാമത്തെ ടെക്നിക്കാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന സ്ട്രാറ്റജി പറയുന്ന സമയത്ത് ഒരു കൺട്രോളറിനെ സംബന്ധിച്ചിടത്തോളം കൺട്രോളർ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പിയർ പ്രഷർ എന്നുള്ളതാണ്. ഒന്ന് പിയർ പ്രഷർ, 2 ടെസ്റ്റിമോണിയൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്, അതുപോലെ തന്നെ 3ാമത്തത് കൺഫോമിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് ഒരു കൺട്രോളർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ ഒന്നാമതായിട്ടുള്ളത് പിയർ പ്രഷറാണ്. അപ്പോൾ ഇവിടെ ഒരു കൺട്രോളർ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു വ്യക്തി ആവാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവന് സമാനമായതോ അല്ലെങ്കിൽ അവനേക്കാൾ താഴ്ന്നതോ ആയ ആളുകൾക്ക് സമാനമായ രീതിയിൽ ആവേണ്ടി വരും എന്നുള്ള ഒരു ഉത്കണ്ഠ ഒരു വിക്ടിമിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഒരു വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം ആ വിക്ടിമിന് ഏറ്റവും താഴ്ന്ന ഒരു ആളുകൾ അല്ലെങ്കിൽ അവന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ ഒരു വിക്ടിമിനെ നിയോഗിക്കുന്നു. എന്നിട്ട് ഇത്തരം ആളുകൾ അല്ലെങ്കിൽ വിക്ടിമിന് സമാനമായതോ അവനിൽ നിന്നും താഴ്ന്നതോ ആയ ആളുകൾ ചെയ്യുന്ന രൂപത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂസിന് സമാനമായ രീതിയിൽ ഒരു വിക്ടിം ആവേണ്ടതുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു ഉത്കണ്ഠ ഒരു വിക്ടിമിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പിയർ പ്രഷറിലൂടെ കൺട്രോളർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്സ് എന്നുള്ളതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസിലെ 2ാമത്തെ ഒരു കാര്യം. അപ്പോൾ ടെസ്റ്റിമോണിയൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്സ്, അപ്പോൾ ഇവിടെ സാക്ഷ്യപത്രങ്ങൾ, മറ്റുള്ള ധാരണകൾ. ഇവിടെ ഒരു കൺട്രോളർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? ടെസ്റ്റിമോണിയൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്സ്, ചില സാക്ഷ്യപത്രങ്ങളൊക്കെ വാങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? ഒരു വിക്ടിമിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ഇവനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ടെസ്റ്റിമോണിയൽസ് എൻഡോഴ്സ്മെന്റ് സാക്ഷ്യപത്രങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ 3ാമതായിട്ടുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ 3ാമതായിട്ടുള്ള ഒരു ടെക്നിക്കാണ് കൺഫോമിറ്റി. അപ്പോൾ ഇവിടെ പിന്നെ കൺട്രോളർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കൺട്രോളർ ഒരു കൺഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൺട്രോളർ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിക്ടിമിനോട് എല്ലാ ആളുകളും നമ്മുടെ ഐഡിയോളജിക്ക്, നമ്മുടെ ആശയങ്ങൾക്ക് സമാനമായ ചിന്താഗതിക്കാരാണ്, അതിനോട് യോജിക്കുന്ന ആളുകളാണ്, നീ മാത്രമേ നമ്മോട് യോജിക്കാത്ത ആളായിട്ടുള്ളൂ എന്ന രൂപത്തിലുള്ള ഒരു കൺഫോമിറ്റി ഒരു വിക്ടിമിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 3ാമതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ 10ാമത്തെ സ്ട്രാറ്റജിയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ 3 പിയർ പ്രഷർ, 2 ടെസ്റ്റിമോണിയൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്സ്, 3ാമത് കൺഫോമിറ്റി. അപ്പോൾ ഇതാണ് മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട് 10ാമതായിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട 10ാമത്തെ ടെക്നിക്കാണ് സെൻസറി ഓവർലോഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സെൻസറി ഓവർലോഡ് എന്ന് പറയുമ്പോൾ ഇന്റൻഷനലി ഓവർവെൽമിംഗ് എ വിക്ടിംസ് സെൻസ് വിത്ത് സ്റ്റിമുലി. അപ്പോൾ ചില സ്റ്റിമുലികൾ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോളർ വിക്ടിമിന്റെ സെൻസിനെ ഇന്റൻഷനലി ഓവർവെൽം ചെയ്യുന്നു. അതായത് എന്തെങ്കിലും മനഃപൂർവ്വമായിക്കൊണ്ട് കീഴടക്കുക, അല്ലെങ്കിൽ ഒരു കീഴടക്കുക എന്ന് പറയുമ്പോൾ ഒരു വിക്ടിമിന്റെ സെൻസ് കീഴടക്കുക എന്ന് പറയുമ്പോൾ വിക്ടിമിന് ചിലപ്പോൾ ഒന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ധൈര്യത്തോടെ ചെയ്യാനോ ഉള്ള ധൈര്യം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്റ്റിമുലികളാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റൻഷനലി ഓവർവെൽമിംഗ് എ വിക്ടിംസ് സെൻസ് വിത്ത് സ്റ്റിമുലി. അപ്പോൾ ഇവിടെ സ്റ്റിമുലികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് ഒന്ന് നോയ്സ് ആണ്, ശബ്ദമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ്, അല്ല എന്നുണ്ടെങ്കിൽ കയോട്ടിക് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൺട്രോളർ ചെയ്യുന്ന ഒരു കാര്യം, കൺട്രോളർ ഒരു വിക്ടിമിനെ
മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സെൻസറി ഓവർലോഡ് എന്നുള്ളത്. അപ്പോൾ സെൻസറി ഓവർലോഡ് ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നു, ഈ വിക്ടിമിന് എന്തെങ്കിലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ആലോചന ഒക്കെ ഉണ്ടായി വരുന്ന സമയത്ത് അതിനെ ഇത്തരം ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതല്ല എങ്കിൽ ബ്രൈറ്റ് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ബ്രൈറ്റ് ലൈറ്റ് ബിക്കലിംഗ് കയോട്ടിക് എൻവയോൺമെന്റ്. അപ്പോൾ ഒരു വിക്ടിം ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, വിക്ടിം ജീവിക്കുന്ന ആ ഒരു സറൗണ്ടിങ്സിൽ ആ വിക്ടിമിന് ജീവിതം പോസിബിൾ അല്ല എന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ വിക്ടിമിന്റെ മനസ്സ് പൂർണ്ണമായും തകർക്കുന്ന രൂപത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വിക്ടിമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മാനിപ്പുലേറ്റർ ചെയ്യുന്ന ഒരു കാര്യം. ഇത്തരം കാര്യങ്ങളെയാണ് ഇവിടെ സെൻസറി ഓവർലോഡ് എന്ന സ്ട്രാറ്റജിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട 11ാമത്തെ ടെക്നിക്കാണ് സെൻസറി ഡിപ്രിവേഷൻ എന്നുള്ളത്. സെൻസറി ഡിപ്രിവേഷൻ. അപ്പോൾ സെൻസറി ഡിപ്രിവേഷൻ എന്ന് പറയുമ്പോൾ ഇന്റൻഷണലി ലിമിറ്റിംഗ് ദ സെൻസറി ഇൻപുട്ട് ബൈ ഐസൊലേഷൻ ഓർ സെൻസറി റെസ്ട്രിക്റ്റഡ് ബൈ മേക്കിംഗ് സെൻസറി റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മൾ സെൻസറി ഡിപ്രിവേഷൻ എന്ന് പറയുമ്പോൾ ഇന്റൻഷണലി ലിമിറ്റിംഗ് ദ സെൻസറി ഇൻപുട്ട് ബൈ യൂസിങ് ഐസൊലേഷൻ ആൻഡ് സെൻസറി റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റ്. അപ്പോൾ ഇവിടെ സെൻസറി ഓവർലോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കൺട്രോളർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു മാനിപ്പുലേറ്റർ ആയ വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം, ഒരു വിക്ടിമിന് ചിന്തിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെയുള്ള അവന്റെ ആ ഒരു സെൻസിനെ അവിടെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ ഇല്ലാതാക്കുന്നത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ശബ്ദങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചില മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് സെൻസറി റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിക്ടിമിനെ സെൻസറി റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റിലേക്ക് കൺട്രോളർ ആക്കുന്നു. അപ്പോൾ എന്താണ് സെൻസറി റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റ്? അപ്പോൾ സെൻസറി റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു എൻവയോൺമെന്റിൽ ഒരു വിക്ടിമിന് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല, ഒരു രൂപത്തിലുമുള്ള ഇമോഷൻ വരാനുമുള്ള ഒരു ഇതുണ്ടാവില്ല, ഒരു തരത്തിലുള്ള ഇമോഷൻ ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, അതുപോലെ തന്നെ സ്നേഹം ഉണ്ടാവില്ല, എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല, എന്തെങ്കിലും ചിന്തിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു എൻവയോൺമെന്റിൽ ഒരു മാനിപ്പുലേറ്റർ, ഒരു കൺട്രോളർ ഒരു വിക്ടിമിനെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യത്തെയാണ് ഇവിടെ സെൻസറി ഡിപ്രിവേഷൻ എന്ന സ്ട്രാറ്റജിയിലൂടെ ഒരു കൺട്രോളർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് മൈൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട്, മൈൻഡ് കൺട്രോൾ ബൈ യൂസിങ് ഡാർക്ക് സൈക്കോളജി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോൺസിനെ കുറിച്ചാണ്. കംഫർട്ട് സോൺ, ഫിയർ സോൺ, ലേണിംഗ് സോൺ ആൻഡ് ഗ്രോത്ത് സോൺ, ഇതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി.